ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഈസി ആയിട്ടുള്ള ഒരു ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. എല്ലാവർക്കും ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ മാവ് ശരിയാവത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ ഇരട്ടി വെള്ളമാണ് തിളപ്പിക്കേണ്ടത്. ഇപ്പം വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഉപ്പിടുകയാണ്. സ്വല്പം നെയ്യ് ഒഴിക്കുക. മാവ് പിടിക്കാതിരിക്കാനാണ്. നല്ല മയം വരും ഇങ്ങനെ തന്നെ നെയ്യ് ഒഴിച്ച്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇടുകയാണ്. പഞ്ചസാര ഓപ്ഷനിലാണ്. ഷുഗറൊക്കെ ഉള്ളവർക്ക് പഞ്ചസാര ഇങ്ങനെ ഇടേണ്ട കാര്യമില്ല. ഇതിലേക്ക് നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് ഇടുന്നത്. വെട്ടാതെ ഇളക്കിയെടുക്കുക. നമ്മൾ ചൂടോടെ തന്നെ ഈ മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കുകയാണ്. ഏത് മാവായാലും നമ്മൾ അത് മയപ്പെടുത്തി എടുക്കുന്നതാണ് ഈ പ്രക്രിയ. അപ്പം ഇടിയപ്പത്തിന് നല്ലൊരു മയം ഉണ്ടാവും. നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊന്നും കൂടുതലായിട്ടില്ല. മാവ് ഇതാണ് മാവിൻ്റെ പരുവം. മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ചെറിയ ബോളുകളാക്കി തന്നെ ആദ്യമേ വെക്കാം. നമുക്ക് സേവനാഴിയിലോട്ട് എടുത്ത് വെക്കാൻ എളുപ്പമാക്കും. ഇങ്ങനെ ആക്കി വെക്കുമ്പോൾ നമുക്കിത് ഓരോന്നെടുത്ത് ഇങ്ങനെ വെച്ചാൽ മതി. പിന്നെ ഇത് പീച്ചെടുക്കാൻ കണ്ടില്ലേ, നല്ല ഭംഗിക്ക് കിട്ടുന്നുണ്ട്. യാതൊരു കട്ടിയില്ല. ഈസിയായിട്ട് നമുക്ക് പീച്ചെടുക്കാം. പിന്നെ ഇതുപോലെ എല്ലാം പീച്ചെടുക്കാം. എല്ലാം പീച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ആവി പുഴുങ്ങിയെടുക്കാം. എല്ലാം വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ഇടിയപ്പവും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ആരും ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കുമ്പോൾ ശരിയായില്ലെന്ന് പറയത്തില്ല. ഈ രീതിയിലെടുത്താൽ വളരെ ഈസിയായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒക്കും. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.